മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമല നിവാസികൾ പുലിപ്പേടിയിൽ. നാട്ടുകാർ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ പുലി, അതും വല്ലാത്തൊരു പുലിയുടെ ദൃശ്യം പതിഞ്ഞു. പുലിയെ പിടിക്കാൻ സമീപത്ത് കൂട് വെച്ചിട്ടുണ്ടെങ്കിലും പുലി അത് കയറുന്നില്ല. സമീർ വീണ്ടും ചേരുന്നുണ്ട് അവിടെ നിന്ന്. സമീർ, വലിയ ആശങ്കയാണ് അവിടെ. നാട്ടുകാർ രാവിലെ തന്നെ അവരുടെ ഒരു പ്രതിഷേധം കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പോൾ എന്താണ് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരം? ഈ പുലിയുടെ ദൃശ്യം തന്നെ നമ്മളെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും വലിയ ആശങ്കയിലാണ് ഈ ഒരു ഗ്രാമപ്രദേശം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുലി സ്ഥിരമായി വരുന്ന ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് നിന്നും എത്തുന്ന പുലി ഈ പാറയിൽ നിന്നുകൊണ്ട് അവിടെ വനംവകുപ്പ് സ്ഥാപിച്ചിരിക്കുന്ന കൂടിലേക്ക് അങ്ങനെ നോക്കി നിൽക്കും. അതിനുശേഷം പുലി മടങ്ങിപ്പോകുന്നതാണ് സ്ഥിരം കാഴ്ച എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി 11:27 പുലി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നലെ പുലർച്ചെയും പുലി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. സമീപത്തൊക്കെ കടകളും വീടുകളും ഒക്കെ തന്നെ ഉള്ളൊരു പ്രദേശമാണ്. പക്ക ഒരു നാട്ടുപ്രദേശത്താണ് ഇത്തരം ഒരു സംഭവം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമുക്കൊരു CCTV ക്യാമറ കാണാം. ഇത് നാട്ടുകാർ സ്ഥാപിച്ചതാണ്. ഈ CCTV ക്യാമറയിലാണ് ഈ പുലിയുടെ ദൃശ്യങ്ങൾ പതിയുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പഞ്ചായത്ത് അംഗം ഹൈദർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടുത്തെ ഒരു പുലിയുടെ ഒരു പ്രശ്നം തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇപ്പോൾ എവിടേക്ക് നിങ്ങൾ പരാതി നൽകി? വനംവകുപ്പ് ഇതുവരെ സ്വീകരിച്ച നടപടി എന്താണ്? ഞങ്ങൾ മന്ത്രിയെ 2 പ്രാവശ്യം കണ്ടാണ്. വനംവകുപ്പ് മന്ത്രിയെ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. DF ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയിട്ടുണ്ട്. കലക്ടറെ മുഖാന്തരം DFനെ ഇരുത്തിയിട്ട് അവിടുന്ന് സന്നദ്ധ സഹായം ഞങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പ് തന്നതാണ്. അത് ഒന്നും തന്നെ പാലിച്ചിട്ടില്ല. ഞങ്ങൾ എല്ലാ ഓഫീസുകളിലും കയറാത്തതിനൊരു ഓഫീസും ബാക്കിയില്ല. എല്ലായിടത്തും ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഒരു കാര്യവും ഇവിടെ ചെയ്തിട്ടില്ല. എല്ലാം ചെയ്യുന്നത് ഇപ്പോഴും നാട്ടുകാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇനി ഒരു കാര്യം പറയാനുള്ളൂ. ഇന്ന് മുതൽ കനത്ത രീതിയിലുള്ള സമരം ഞങ്ങൾ ആരംഭിക്കുകയാണ്. റോഡ് ഉപരോധം മുതൽ ആരംഭിച്ചുകൊണ്ട് ഇതിന് തീരുമാനമാവാതെ ഞങ്ങൾ ജനങ്ങൾ ഇവിടുന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. വനംവകുപ്പ് ഇതുവരെ സ്വീകരിച്ച നടപടി എന്താണ്? അവര് 1-2 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ ഇവിടെ ആൾറെഡി ഇവിടെ ഓഫീസുണ്ട്. അവിടെ സാധാരണയുള്ള ആ ഓഫീസർമാർ എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് വരിക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും അവർ ചെയ്തിട്ടില്ല. ഇതിൽ പ്രധാനമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് ആദ്യഘട്ടത്തിൽ കെണി സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ 1 മാസത്തോളം കെണി അതിൻ്റെ പരിപാലനം കംപ്ലീറ്റ് ഇവിടുത്തെ നാട്ടുകാരാണ്. ഒരു ദിവസവേതനത്തിന് ആളുകളെ നിർത്തിയിട്ടാണ് അതിന് ആ ആടിനെ നോക്കുന്നതും അതിന് തീറ്റ കൊടുക്കുന്നതും വെള്ളം കാട്ടുന്നതെല്ലാം. അപ്പോൾ അതിന് പുറമെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇവരെ കൊണ്ട് ഒന്നും പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇത് റിസൾട്ട് കിട്ടാതെ 4 പ്രാവശ്യമായിട്ട് ഈ കെണിയുടെ തൊട്ട് ചാരിയിട്ട് പുലി കടന്നു പോയിട്ട് അതിനുശേഷം ഞങ്ങൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നതാണ് മയക്കുവെടി വെക്കുക, അല്ലാതെ ഇതിന് മറ്റു മാർഗമില്ല എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യുന്നത് വരേക്കും ഞങ്ങളുടെ സമരം ശക്തമാക്കാനുള്ള പരിപാടിയാണ്. ഹാഷ്മി, ഇവിടെ വനംവകുപ്പ് ഒരു കൂട് സ്ഥാപിച്ച് പോയി എന്നതിലപ്പുറം അതിന്റെ പരിപാലനം പോലും നാട്ടുകാർ ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വളരെ കൃത്യമായി പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടണം എന്നുള്ള ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. ഇന്ന് അവർ റോഡ് ഉപരോധം അടക്കമുള്ള സമരങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.